T20 ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ന്യൂസിലൻഡ് മുൻ നായകൻ കെയ്ൻ വില്യംസൺ. T20 ലോകകപ്പിന് 4 മാസം മാത്രം ബാക്കി നിൽക്കെയാണ് താരത്തിന്റെ അപ്രതീക്ഷിത പ്രഖ്യാപനം. എന്നാൽ ടെസ്റ്റിലും ഏകദിനത്തിലും തുടരുമെന്നും താരം പറഞ്ഞു. വിവരങ്ങളുമായി മനീഷ് മാത്യു ചേരുന്നുണ്ട്. മനീഷ്, അടുത്ത മാസം വെസ്റ്റ് ഇൻഡീസിനെതിരായ പരമ്പര നടക്കാനിരിക്കെ ടെസ്റ്റിലും ഏകദിനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണോ ഈ വിരമിക്കൽ? അഖില, തീർച്ചയായും 2024 ലോകകപ്പിൽ ന്യൂസിലൻഡ് ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്തായതിന് പിന്നാലെ വിരമിക്കൽ സൂചനകൾ കെയ്ൻ വില്യംസൺ നൽകിയിരുന്നു. അതിൽ അദ്ദേഹം പ്രത്യേകമായി പറഞ്ഞത് ഇങ്ങനെയാണ്: 2026 ലോകകപ്പിലേക്ക് ഒരു സന്തുലിതമായ ടീമിനെ അയക്കാനാണ് ന്യൂസിലൻഡ് ആഗ്രഹിക്കുന്നത്. തന്റെ ആഗ്രഹവും അത് തന്നെയാണ്. അതുകൊണ്ട് താൻ ടീമിൽ നിന്ന് മാറിയാൽ ടീമിന് ഒരു സന്തുലിതാവസ്ഥ എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏകദിനത്തിലും അതുപോലെ ടെസ്റ്റിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സൂചന നൽകിയിരുന്നു. അതിലാണ് ഇപ്പോൾ ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നത്. ഡിസംബറിലാണ് വെസ്റ്റ് ഇൻഡീസിനെതിരായിട്ടുള്ള 3 മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പര ആരംഭിക്കുക. ഇതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു വേണ്ടിയാണ് നിലവിൽ ഇപ്പോൾ കെയ്ൻ വില്യംസൺ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അദ്ദേഹം 93 മത്സരങ്ങളിൽ നിന്ന് 2575 റൺസാണ് ന്യൂസിലൻഡിന് വേണ്ടി അടിച്ചെടുത്തിട്ടുള്ളത്. പല നിർണായക മത്സരങ്ങളിലും കെയ്ൻ വില്യംസന്റെ മികച്ച പ്രകടനമാണ് ന്യൂസിലൻഡിന് വിജയം സമ്മാനിച്ചിട്ടുള്ളത്. എന്തായാലും പുതിയ തലമുറയ്ക്ക് വേണ്ടി T20യിൽ നിന്ന് വഴിമാറുന്ന മറ്റൊരു ഇതിഹാസ താരം കൂടിയാണ് കെയ്ൻ വില്യംസൺ എന്നൊരു പ്രത്യേകതയുമുണ്ട്. നേരത്തെ രോഹിത് ശർമ്മയും അതുപോലെ തന്നെ വിരാട് കോഹ്ലിയും രവീന്ദ്ര ജഡേജയും ഒക്കെ T20 വിരമിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് നിലവിൽ ഇപ്പോൾ കെയ്ൻ വില്യംസനും തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇനിയും ഏകദിനത്തിലും ടെസ്റ്റിലുമായിരിക്കും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അഖില. ശരി, മനീഷ് മാത്യു ആണ് വിവരങ്ങൾ നൽകിയത്.